ഇതെങ്ങനെയാ നേരിട്ട് കണ്ടതുപോലെ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇത് മാത്രല്ല, ആ വീടിന്റെ ഓരോ മുക്കും മൂലയും അറിയാം എനിക്ക്. അഖിലാണ്ടേശ്വരി അവിടെ ആലോചിക്കുമ്പോ ഞാനത് ഇവിടെ പ്രവർത്തിച്ചു. ആ, അതൊക്കെ പോട്ടെ. കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? തൃച്ചംബരത്തെ കല്യാണമല്ലേ, ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. മാമാങ്കം തോൽക്കുന്ന ഒരുക്കമായിരിക്കും അല്ലേ? ഹലോ, എന്താ ഗംഗ ഒരു മൗനം? കല്യാണം അടുക്കും തോറും ഭയം തോന്നുന്നു. എല്ലാം അവസാനിപ്പിച്ച് മടങ്ങിയാലോ എന്നൊരു തോന്നല്. ഗംഗെ, നിനക്കിത് എന്തു പറ്റി? കൂൾ. എന്താ ഗംഗെ, നിന്നവിടെ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതോ നീ ആരെങ്കിലും ഭയക്കുന്നോ? ആനന്ദന് എന്നെ സംശയമുണ്ടോന്നൊരു തോന്നല്. ഈ കല്യാണത്തിന് മുൻപ് ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുമെന്ന വെല്ലുവിളി. അത് കാര്യമൊക്കണ്ട. ആനന്ദിന് ഇപ്പൊ തോന്നിയ സംശയം അല്ലല്ലോ ഇത്. ദേ, ഇനി കല്യാണത്തിന് അധിക സമയമൊന്നുമില്ല. ഭയം അപകടത്തിലെ കൊണ്ടെത്തിക്കും. ഭയക്കണ്ട, ഞാനില്ലേ നിന്റെ കൂടെ. എനിക്ക് നിന്നൊന്ന് കാണണം, ഇന്ന് തന്നെ 7 മണിക്ക് മൂൺ ലൈറ്റ് റെസ്റ്റോറന്റിൽ. എന്താ, എത്തില്ലേ? ശരി പ്രിയങ്കേ, ഞാൻ ഷാർപ്പ് 7 മണിക്ക് തന്നെ മൂൺലൈറ്റ് റെസ്റ്റോറന്റിലെത്താം. നശിപ്പിച്ചു. പേര് കേൾക്കാൻ പറ്റിയില്ല, അതിനിടയിൽ നശിച്ച സാധനം. ഏഴ് മണിക്ക് മൂൺലൈറ്റിൽ വെച്ച് മീറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞത്? ഗുഡ് ഈവനിങ് മാഡം, ഓർഡർ പ്ലീസ്. ഒരാളും കൂടി വരാനുണ്ട്, വന്നിട്ട് ഓർഡർ ചെയ്യാം. കുറച്ച് വെയിറ്റ് ചെയ്യും. ഓക്കെ മാഡം, താങ്ക്സ്. സമയം പോവാണല്ലോ. പ്രിയങ്ക വളരെ പങ്ക്ച്വലോ. ഇന്ന് എന്തു പറ്റിയുണ്ടോ? ഹലോ ഡാർലിംഗ്, നീ എന്താ ഫോണിൽ? യു ഗെറ്റിംഗ് ലേറ്റ്. ഇതെവിടെയാ? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണമെന്നറിയോ? ഡോണ്ട് വറി, ഞാൻ നിന്റെ കണ്ണെത്തും ദൂരത്തുണ്ട്. കണ്ണെത്തും ദൂരത്തോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. നീ എന്താ മായാവിയാണോ? മായാവിയും മാങ്ങാത്തൊലിയൊന്നും അല്ല. ദേ, ഇപ്പൊ ഞാൻ നിന്റെ കൈയെത്തും ദൂരത്ത് എത്തിയിട്ടുണ്ട്. യു കെൻ സീ മീ നൗ. ഹായ്. ഹായ്.
ഇരിക്കെ. ജസ്റ്റ് എ മിനിറ്റ്. നീ കുറച്ചുകൂടി സുന്ദരിയായോന്നൊരു സംശയം. പുതിയ വീടിന്റെ കാറ്റ് എന്റെ സെസിക്ക് വല്ലാതങ്ങ് പിടിച്ചു തോന്നുന്നു. ഓ, പുതിയ വീട് അത്ര പെലേഷ്യസ് ഒന്നും അല്ല. ഇറ്റ്സ് എ ബിഗ് ഹൗസ്, ദാറ്റ്സ് ഓൾ. മാഡം 2 സൂപ്പ് പറഞ്ഞാലോ? what do you say? ഓൾ റൈറ്റ്, ആസ് യു വിഷ്. 2 വെജിറ്റബിൾ സൂപ്പ് കൊണ്ടുവരും. ഓക്കെ മാഡം. Now tell me, are you okay? ചോദിക്കാൻ കാരണമുണ്ട്. ഒന്ന് നിന്റെ ഫേസ് ആൻഡ് ഐസ്. ഭയത്തിന്റെ ഒരു നിഴൽ എനിക്ക് അവിടെ കാണാം. 2 നിന്റെ വോയിസ്. ഫോണിൽ സംസാരിച്ചപ്പോഴും ഇപ്പോഴും അതിനൊരു പതർച്ചയുണ്ട്. എ കൈൻഡ് ഓഫ് ആത്മവിശ്വാസം ഇല്ലായ്മ. ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ് യു, ആർ യു ഓൾ റൈറ്റ്? ടു ബി വെരി ഓണസ്റ്റ്, അല്ല. എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. കല്യാണം അങ്ങ് അടുക്കുക. നദിയൊഴുകി സമുദ്രം എടുക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ആവേശവും വേഗതയുണ്ട്. കാത്തിരിപ്പിനൊടുവിൽ കല്യാണം അടുക്കുമ്പോൾ എനിക്കും അത് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആനന്ദിന്റെ താലി കഴുത്തിലേറാൻ ഇതുപോലൊരു ദിവസം കാത്തിരുന്നവളാണ് ഞാൻ. പഴുതടച്ച പെർഫെക്റ്റ് ആയ ഒരു പ്ലാനിങ്. എന്നിട്ടും അവസാന നിമിഷം അത് പാളി. കാരണം ആ കല്യാണിയാ. കറക്റ്റ്. ആ കല്യാണി ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവളൊരു മായാജാലക്കാരിയാ. പ്രിയങ്കയ്ക്ക് പറ്റിയതുപോലെ ആനന്ദിന്റെ കഴുത്തിൽ താലി കെട്ടും മുൻപ് അവൾ ഇനി എന്തെങ്കിലും കുഴപ്പം കാണിച്ചാ? ഹേ, നത്തിങ് ഡൂയിങ്. ദാ ഇവിടെ വച്ച് ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു. എനിക്ക് നഷ്ടപ്പെട്ട ആനന്ദിന്റെ താലി നിനക്കും നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞാൻ തൃച്ചംബരത്തുള്ളവരുടെ ജീവൻ എടുത്തിരിക്കും. തകർക്കും ഞാൻ ആ കുടുംബത്തിലെ ഓരോ പുൽത്തകടിയെയും. ഒരാൾക്കും പ്രിയങ്കി അതിൽ നിന്ന് തടയാനാവില്ല. ഒരാൾക്കും. ഒരു മിനിറ്റ്, ഒരു ബ്രോക്കറുടെ കോളാ. ഞാൻ പുതിയൊരു കമ്പനി നോക്കിയ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ കാര്യത്തിനാ. ഒന്നെടുക്കട്ടെ. ഹലോ ഗോപകുമാർ. അതെ, ഞാൻ മെസ്സേജ് അയച്ച തുക തന്നെയാണ്. 40 crores നമുക്കത് ഫിക്സ് ചെയ്യണം. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കട്ടായി. റേഞ്ച് പ്രശ്നം തോന്നുന്നു. ഏയ്, റേഞ്ചിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ സംസാരിച്ചല്ലേ. നമ്മുടെ നെറ്റ്വർക്ക് അല്ലേ, കാറ്റൊന്ന് മാറിയടിച്ച പ്രശ്നമാകുന്ന ടവറുകളാ ഇവിടെ. ഒരു മിനിറ്റ്, നീ ഇരിക്ക. ഹലോ ഗോപകുമാർ, ഇപ്പൊ കേൾക്കാമോ? അതെ, 40 കോടിന്നാ ഞാൻ പറഞ്ഞത്. ഏയ്, നോ ബാർഗൈനിങ്. ഗുഡ്വിൽ ഒന്നുമില്ലാത്ത കൊച്ചൊരു കമ്പനിയല്ലേ. എനിക്കിതാണെങ്കിലേ പറ്റൂ. ശരി, സംസാരിച്ചിട്ട് ധാരണയായിട്ട് വിളിച്ചാ മതി. വാട്ട്? സോറി, ഇല്ലെങ്കിൽ വിട്ടേക്ക് ഭായ്.
നമുക്ക് വേറെ നോക്കാം. My God. ഇയാളെന്താ ഇപ്പൊ ഇവിടെ? ഒരുമിച്ച് കണ്ട ആകെ കുഴപ്പമാവുമല്ലോ. ഗംഗേ, ദേ ആനന്ദ് ഇങ്ങോട്ട് വരുന്നുണ്ട്. വാട്ട്? ആനന്ദോ? സത്യാണോ ഈ പറയുന്നത്? അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ ഇവിടെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. ഞാൻ ആനന്ദിന്റെ കണ്ണിപ്പെടാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നാ മതി. ഞാൻ സ്കോട്ട് ചെയ്തോളാം. ഐ ക്യാച്ച് യു ലേറ്റർ. ഓക്കെ? ഹലോ. ഹായ് ആനന്ദ്. ഹലോ ഗംഗ. അല്ല, എന്താ ഇവിടെ? ആരെങ്കിലും കാത്തിരിക്കുകയാണോ? അതെ, യെസ്. എന്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാം. സോറി, ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുമ്പോ ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? ഏയ്, ആനന്ദ് വന്നതിൽ സന്തോഷല്ലേ ഉള്ളൂ. എനിക്ക് അല്ല, ഇതെന്താ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോഴേ 2 സൂപ്പിന് ഓർഡർ ചെയ്തത്? ആ, അത് ഞാൻ വന്നിരുന്നപ്പോ അയാൾ ഓർഡർ എടുക്കാൻ വന്നു. ഓ, അപ്പൊ ഞാൻ 2 സൂപ്പ് ഓർഡർ ചെയ്തിട്ട് എന്റെ ഫ്രണ്ട് വരുമ്പോ കൊണ്ടുവന്നാ മതിയെന്ന് പറഞ്ഞു. ആനന്ദ് വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്ന ഫ്രണ്ടാണെന്ന് കരുതിയിട്ടുണ്ടാവും. അതാ ഇപ്പൊ കൊണ്ടുവന്നെ. കമോൺ, സൂപ്പ് കഴിക്കാനും. ഏയ്, എനിക്ക് സൂപ്പൊന്നും വേണ്ട. ഐ വിൽ ഓർഡർ സംതിങ് എൽസ്. ആ, ഓ, ഇനിയിപ്പോ അവള് വരുമെന്ന് തോന്നുന്നില്ല. ആനന്ദിരിക്കെ, ഞാനങ്ങ് പോയാലോ? ഏയ്, കം ഓൺ, ഡോണ്ട് ബി സില്ലി. അല്ല, ഞാൻ ചോദിച്ചപ്പോ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണെന്ന് പറയുന്നു. ഓൾറെഡി സൂപ്പ് ഓർഡർ ചെയ്യുന്നു. എന്നിട്ടിപ്പോ പെട്ടെന്ന് പോയാ? അല്ല, സമയം താമസിക്കുന്നുണ്ട്. ഏയ്, നോ പ്രോബ്ലം. ഫ്രണ്ട് വരുന്നത് വരെ ഞാൻ തനിക്ക് കമ്പനി തരാം. ഉം. അല്ല, ഞാനിവിടെ ഇരിക്കുന്നതില് ഗംഗയ്ക്ക് വല്ല ബുദ്ധിമുട്ടോ ഇഷ്ടക്കേടോ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ആനന്ദ് എനിക്ക് കമ്പനി വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? ഉം. ആ, നല്ല സൂപ്പ്. ആനന്ദ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നോ പ്ലീസ്? ഏയ്, വേണ്ട. താൻ ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചാൽ ശരിയാവില്ല.
ഹലോ, എക്സ്ക്യൂസ് മീ. വലിയുഞ്ഞേ. ആ അല്ല, എന്താ കല്യാണി പോയില്ലേ ഇതുവരെ? അഖില മേഡം വിളിച്ചൊന്ന് സ്റ്റെല്ല വന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. ആഹാ, എന്റെ കെട്ടിയോളിന്ന് ജിമിക്ക് കമ്മലൊക്കെ ഇട്ട് ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. സുന്ദരിയാവാനൊന്നും ഇട്ടതല്ല വലിയുഞ്ഞേ. പിന്നെ ഇതെന്റെ അമ്മയുടെ കമ്മല. ഒരുപാട് പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് തിരികെ കിട്ടിയതാ. അറിയാലോ, ഈ കമ്മലിടുമ്പോ എന്റെ മനസ്സറിയാവുന്ന ആരോ കൂടെ ഉണ്ടെന്നൊരു തോന്നല. അമ്മ കൂടെ ഉണ്ടെന്നൊരു തോന്നല്. ആ തോന്നല് തരുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അത് പറഞ്ഞാ മനസ്സിലാവില്ല, അനുഭവിച്ചറിയണം. ഏയ്, എന്താ കെട്ടിയോളെ ഇത്? ഈ ഞാനില്ലേ നിന്റെ കൂടെ? ആ, ഞാനേ മാഡത്തിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യം എന്താണെന്ന് തിരക്കട്ടെ. ശരി. ആനന്ദ് കൃത്യസമയത്ത് ആ റെസ്റ്റോറന്റിൽ എത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കോ? ഏയ്, അതോ എന്നെ ഫോളോ ചെയ്തു വന്നതോ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആനന്ദ് ആ സമയത്ത് തന്നെ അവിടെ എത്തിയത് വെറും യാദർശികമാകാൻ ഒരു വഴിയുമില്ല. ഇനി ഗംഗയെ ഫോളോ ചെയ്ത് വന്നതായിരിക്കും. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഗംഗ ആരെ കാണാനാ റെസ്റ്റോറന്റിൽ എത്തിയത്? ആരെയാവും ഫോണിൽ വിളിച്ചത്? നല്ലൊരു അവസരമാണ് മിസ്സായത്. ഹലോ, വീട്ടിലെത്തിയോ? റൂമിലാ. അവിടെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ആനന്ദ് എന്തെങ്കിലും ചോദിച്ചോ? സംശയമുണ്ടോ ആനന്ദിന്? ആനന്ദ് ആവും വിധം തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു. ഞാനത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഗുഡ്. എന്നാലും ആ സമയം നോക്കി ആനന്ദ് അവിടെ എങ്ങനെ വന്നു എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അതാ എനിക്കും ഡൗട്ട്. അതൊരിക്കലും യാദൃശ്ചികമാണെന്ന് കരുതരുത്. നീ എന്നെ കാണാൻ വരുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? അതോ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോ ആരെങ്കിലും അരികിലുണ്ടായിരുന്നോ?